ഇടുക്കി വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അപ്പീൽ നൽകുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമാകും. അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം വിധിയിൽ തൃപ്തരല്ലെന്ന് പെൺകുട്ടിയുടെ പിതാവ് പ്രതികരിച്ചു. ജഡ്ജി കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് വിധി പുറപ്പെടുവിച്ചത്. കേസിൽ അപ്പീൽ നൽകുമെന്നും അടുത്ത ദിവസങ്ങളിൽ തന്നെ കോടതിയെ സമീപിക്കുമെന്നും കുട്ടിയുടെ പിതാവ് ജനം ടിവിയോട് പറഞ്ഞു. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, നമുക്കറിയാം ഈ വിധിയിൽ തീർച്ചയായും കുട്ടിയുടെ ബന്ധുക്കൾ തൃപ്തരല്ല. കാരണം അതിവൈകാരിക രംഗങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം ഈ വിധി പ്രസ്താവത്തിന് ശേഷം കോടതി സാക്ഷി വഹിച്ചത്. എന്തായാലും അപ്പീൽ പോകുമെന്ന തീരുമാനത്തിലാണ് കുടുംബം എന്ന് മനസ്സിലാകുന്നു. പക്ഷേ ജഡ്ജി കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് എന്ന് പറയുമ്പോൾ ഈ വിധിന്യായത്തിൽ കൃത്യമായി അതൊരു കൊലപാതകമാണ്, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വീഴ്ച മൂലമാണ് തെളിവുകൾ കൃത്യമായി ശേഖരിക്കാൻ സാധിക്കാതെ വന്നതെന്നൊക്കെ കോടതി നിരീക്ഷണം നടത്തിയിരുന്നല്ലോ. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയാണ് പ്രധാനമായും കോടതി ചൂണ്ടിക്കാണിച്ചത്. അതായത് ഈ പ്രതിയായി കാണപ്പെട്ട അർജുനിലേക്ക് എത്താൻ കഴിയുന്ന അല്ലെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു നിരീക്ഷണമാണ് കോടതി നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ അർജുനെ വിട്ടയക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയത്. എന്തായാലും ഈ കോടതി വിധിയിൽ ഈ പെൺകുട്ടിയുടെ കുടുംബം തൃപ്തരല്ല. അതിന്റെ വൈകാരികമായ പ്രതികരണങ്ങളെല്ലാം തന്നെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ഇന്ന് നമ്മൾ കുട്ടിയുടെ പിതാവുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വിധിയിൽ അവർ തൃപ്തരല്ല. അർജുൻ തന്നെയാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടെ തന്നെയാണ് ഈ ബന്ധുക്കളും അതുപോലെ തന്നെ കുട്ടിയുടെ മാതാവും പിതാവും ഉള്ളത്. ഈ വിഷയത്തിൽ അവർ അപ്പീൽ നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കുട്ടിയുടെ പിതാവ് എന്ന രീതിയിൽ അപ്പീൽ നൽകുമെന്നാണ് നിലവിൽ അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചത്. അത് വരുന്ന ദിവസങ്ങളിൽ തന്നെ വക്കീലുമായി സംസാരിച്ച് വരുന്ന ദിവസങ്ങളിൽ തന്നെ ആ ഒരു നടപടിയിലേക്ക് കടക്കും. അത് ഉടൻ തന്നെ വലിയ താമസമില്ലാതെ തന്നെ അല്ലെങ്കിൽ ഒത്തിരി താമസിക്കാതെ തന്നെ അതിലേക്ക് കടക്കുമെന്നാണ് പിതാവ് വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ അവർ ഒരു ആവശ്യം കൂടി മുമ്പോട്ട് വെച്ചിട്ടുള്ളത്, ഇത്തരത്തിൽ ഈ വിധി നിലവിലുണ്ടെങ്കിൽ പോലും ആ വിധി മാറ്റിവെച്ച് അല്ലെങ്കിൽ ആ വിധി റദ്ദാക്കിക്കൊണ്ട് ഈ പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്ത് പ്രതിയായിരുന്ന അർജുനെ വീണ്ടും അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പുനർവിചാരണ വേണം. അതായത് ഈ വീണ്ടും കേസ് പൂർണ്ണമായി ആദ്യം മുതൽ തന്നെ കേട്ട് ആ ഒരു വിധി പ്രസ്താവന നടത്തണം എന്നുള്ള ഒരു ആവശ്യമാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. അതായത് വാളയാർ കേസ് നിലവിൽ നടക്കുന്ന ആ ഒരു വിചാരണ നടപടികൾ പോലെ തന്നെ ഈ കേസും പരിഗണിച്ച് അതിന് വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കണം, അല്ലെങ്കിൽ കേസ് റദ്ദ് ചെയ്യണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. അതിൽ അവർ പറയുന്ന ഒരു കാര്യമെന്നുള്ളത് ഈ കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കുന്നത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ്. ഈ കേസിന്റെ വിചാരണ കാലഘട്ടത്തിൽ അത് ഒരു 90% ആ ഒരു വിധി കേട്ടത് ഒരു ജഡ്ജാണ്, വിധി പ്രസ്താവിച്ചത് മറ്റൊരു ജഡ്ജാണ്. അപ്പോൾ ഈ ജഡ്ജ്, അതായത് വിധി പ്രസ്താവിച്ച ജഡ്ജ് ഈ കേസ് കൂടുതൽ മനസ്സിലാക്കാതെയാണ് അല്ലെങ്കിൽ വേണ്ട രീതിയിൽ മനസ്സിലാക്കാതെയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു വിധി പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിചാരണ നടപടികൾ അത് വീണ്ടും നടത്തണമെന്നൊരു ആവശ്യവും അവർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അത് എത്രത്തോളം പോകുമെന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ചില സംശയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും പ്രോസിക്യൂഷനും നിലവിൽ ഇപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അപ്പീൽ പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ തെളിവുകളെല്ലാം തന്നെ ഹാജരാക്കിയിട്ടുണ്ട്. പ്രധാനമായും പ്രോസിക്യൂഷൻ പറയുന്ന ഒരു വാദം എന്നുള്ളത് ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുന്നു. കുട്ടി അബദ്ധത്തിൽ കളിക്കുന്നതിനിടയിൽ ഈ ഷോൾ കരുത്തിൽ കുടുങ്ങി മരിച്ചതാകാമെന്നൊരു നിഗമനമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് റൂം എല്ലാം സീൽ ചെയ്തുകൊണ്ടാണ് പോലീസ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നത്. അതിനുശേഷമാണ് ഇതൊരു കൊലപാതകമാണ്, കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാകുന്നത്. അപ്പോഴേക്കും ഏകദേശം ഒരു ദിവസത്തോളം കഴിഞ്ഞിരുന്നു. ഈ സമയത്തിനുള്ളിൽ തന്നെ ഈ കുട്ടിയുടെ വീട്ടുകാരെല്ലാം തന്നെ ഈ ഒരു മുറിയിൽ പ്രവേശിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഈ കാലതാമസം വന്നു, അതായത് ഇത് കൊലപാതകമാണെന്ന് കണ്ടെത്തുന്നത് ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ്. ആ ഒരു സമയം കൊണ്ട് തന്നെ ഈ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു പോകാനുള്ള ഒരു സാഹചര്യമുണ്ടായി. കൂടാതെ ഈ പ്രതിക്ക്, അതായത് ഈ കൃത്യം കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ കുട്ടി മരിച്ചു കഴിഞ്ഞാൽ 4 ദിവസം കൂടെ കഴിഞ്ഞാണ് ഏകദേശം ഇത് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. അപ്പോഴേക്കും തന്നെ ഈ പ്രതി ഇതുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയമായ തെളിവുകളെല്ലാം തന്നെ നശിപ്പിച്ച് കളഞ്ഞിരുന്നുവെന്നാണ് നിലവിൽ പ്രോസിക്യൂഷൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റ് ശാസ്ത്രീയമായ തെളിവുകൾ എല്ലാം തന്നെ ഉണ്ട്. അത് ഈ പ്രതി ഇയാളാണ് എന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ പ്രഥമദൃഷ്ട്യാ തന്നെ കണ്ടെത്താൻ കഴിയുന്ന സാഹചര്യ തെളിവുകളും മറ്റ് തെളിവുകളും എല്ലാം തന്നെ ഉള്ളപ്പോഴും ഈ ശാസ്ത്രീയ തെളിവുകളുടെ അഭാവമാണ് ഈ കേസിലൊരു തിരിച്ചടിയായത്. അതുകൊണ്ട് തന്നെ അത് മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ അത് ഒരു കുട്ടിക്ക് നീതി ലഭിക്കും, അല്ലെങ്കിൽ അത് കേസിൽ
അനുകൂല ഒരു ഘടകമാകും എന്നുള്ള ഒരു വിശ്വാസത്തോടെ തന്നെയാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. എന്തായാലും പ്രോസിക്യൂഷനും അപ്പീൽ പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. പോലീസും അപ്പീൽ പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ അല്ലെങ്കിൽ ഗുരുതരമായ വീഴ്ച ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രധാനമായും ഈ വിധി പ്രസ്താവത്തിലുള്ളത്. അതായത് ഈ ഒരു ദിവസം, അതായത് ഈ 6 വയസ്സുകാരിയുടെ മരണം അറിഞ്ഞിട്ടും കിലോമീറ്ററുകൾ മാത്രം അടുത്തുണ്ടായിരുന്ന പോലീസ് SHO അന്വേഷണ ഉദ്യോഗസ്ഥൻ രണ്ടാം ദിവസമാണ് ഈ സംഭവം നടന്നതിന്റെ 2ാം ദിവസം മാത്രമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു വീട്ടിലെത്തിയത്. അവിടെ മുതൽ തന്നെ പോലീസിന് വീഴ്ച ആരംഭിച്ചു. തെളിവുകൾ ശേഖരിക്കുന്നതിൽ, അതായത് ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിൽ വലിയ രീതിയിലുള്ള അലംഭാവം പോലീസ് കാണിച്ചു. ഈ രക്തം, മലം, മൂത്രം എന്നിവയൊക്കെ സുപ്രധാന ഘടകങ്ങളായേനെ, അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ അത് പരിശോധിച്ചിരുന്നെങ്കിൽ അത് സുപ്രധാന തെളിവുകളായി കണ്ടെത്താൻ സാധിച്ചേനെ. പക്ഷെ ഇതൊന്നും തന്നെ ഈ ഒരു തെളിവുകളിൽ അല്ലെങ്കിൽ പോലീസ് സമർപ്പിച്ച രേഖകളിലൊന്നും തന്നെ ഇടം പിടിച്ചിട്ടില്ല. ഈ കൊലപാതകം നടന്ന മുറിയിൽ നിന്ന് വിരലടയാളം പോലും ശേഖരിക്കാൻ പോലീസ് തയ്യാറായില്ല. വിരലടയാള വിദഗ്ധരെ വിളിച്ച് അതിനുള്ള ക്രമീകരണങ്ങൾ പോലും നടത്താൻ പോലീസ് തയ്യാറായില്ല. ഈ കൊലപാതകം നടന്ന റൂമിലെ തെളിവുകളെല്ലാം തന്നെ അലക്ഷ്യമായാണ് പോലീസ് കൈകാര്യം ചെയ്തതെന്നും അവർ ഈ കോടതി വിധി പ്രസ്താവത്തിലൂടെ പറയുന്നു. കൂടാതെ സുപ്രധാന തെളിവുകളായ ഈ തോർത്ത്, കത്തി, അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് എന്നിവ സീൽ ചെയ്ത് സൂക്ഷിക്കണമായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ സീൽ ചെയ്ത് സൂക്ഷിക്കാനോ കോടതിയിൽ ഹാജരാക്കാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ തെളിവ് ശേഖരണത്തിൽ അടിമുടി അലംഭാവം കാണിക്കുന്ന ഒരു കാര്യമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസീയതയിൽ പോലും സംശയമുണ്ട് എന്നാണ് വിധി പ്രസ്താവനയിൽ പ്രധാനമായും പറയുന്നത്. ആ ഒരു കാര്യങ്ങളെല്ലാം ഉദ്ധരിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു അർജുനെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു വിധി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്പീൽ പോകാനാണ് കുട്ടിയുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ പ്രോസിക്യൂഷനും പോലീസും തീരുമാനിച്ചിട്ടുള്ളത്. യെസ്, സുബിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.